നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ FET. ഓക്കെ, അപ്പോൾ എന്താണ് ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ 3 ടെർമിനൽ സെമി കണ്ടക്ടർ ഡിവൈസ്. ഒരു 3 ടെർമിനലുള്ള ഒരു സെമി കണ്ടക്ടർ ഡിവൈസ് ആണ്. ഇറ്റ്സ് ഓപ്പറേഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ കൺട്രോൾഡ് ഇൻപുട്ട് വോൾട്ടേജ്. ഒരു ഇൻപുട്ട് വോൾട്ടേജിന്റെ കൺട്രോളിലുള്ള ഒരു ഓപ്പറേഷൻ ആണ് ഇതിന്റെ ബേസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇത് ബേസ് ചെയ്തിരിക്കുന്നത് ഒരു ഇൻപുട്ട് വോൾട്ടേജ്, കൺട്രോൾഡ് ഇൻപുട്ട് വോൾട്ടേജിനെ ബേസ് ചെയ്തിട്ടാണ് ഓപ്പറേഷൻ. ബൈ ദ അപ്പിയറൻസ് JFET ആൻഡ് ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റേഴ്സ് ആർ സിമിലർ. നമ്മൾ ലാസ്റ്റ് മൊഡ്യൂളിൽ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് BJT, ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ BJT ട്രാൻസിസ്റ്റേഴ്സ് എന്നൊക്കെ ഈ പറയുന്ന JFET ആയിട്ട് അല്ലെങ്കിൽ FET ആയിട്ട് വളരെ സിമിലാരിറ്റി ഉണ്ട്. ഓക്കെ, എന്നാൽ വരുന്ന ഡിഫറൻസ് എന്താന്ന് പറഞ്ഞാൽ BJT എന്ത് കൺട്രോൾഡ് ഡിവൈസ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത് കറന്റ് കൺട്രോൾഡ് ഡിവൈസ് ആണ് BJT. എന്നാൽ JFET അതല്ലെങ്കിൽ FET എന്ന് പറയുന്നത് ഒരു ഇൻപുട്ട് വോൾട്ടേജ് അതല്ലെങ്കിൽ ഒരു വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസ് ആണ് ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അത് എന്താണെന്ന് നോക്കിയാൽ FET uses the voltage applied to its input terminal to control the current flowing from source to drain, making the field effect transistor is a voltage operated device. എന്തുകൊണ്ടാണ് ഈ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്ററിനെ അല്ലെങ്കിൽ FET-നെ നമ്മൾ വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസ് എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻപുട്ട് ടെർമിനലിലേക്ക് അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് എന്താണോ ആ ഒരു വോൾട്ടേജ് ആണ് ഡ്രെയിൻ ടു അല്ലെങ്കിൽ സോഴ്സ് ടു ഡ്രെയിനിലേക്കുള്ള കറന്റിനെ ഫ്ലോയിനെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അതായത് സോഴ്സ് ടു ഡ്രെയിനിലേക്കുള്ള കറന്റ് ഫ്ലോ കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ ഗേറ്റിലേക്ക് അല്ലെങ്കിൽ ഇൻപുട്ട് ടെർമിനലിലേക്ക് അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് ഒരു വോൾട്ടേജ് ഓപ്പറേറ്റഡ് ഡിവൈസ് അല്ലെങ്കിൽ ഒരു വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ FET ആർ ഓൾസോ നോൺ ആസ് യൂണിപോളാർ ട്രാൻസിസ്റ്റർ. ഇതിനെ നമ്മൾ യൂണിപോളാർ ട്രാൻസിസ്റ്റർ എന്നും കൂടി വിളിക്കുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ ബൈപോളാർ ട്രാൻസിസ്റ്റർ FET only have either electrons or holes operating as a charge carriers. അപ്പൊ FET-യിൽ നമുക്കിത് ബൈപോളാർ ആണെങ്കിൽ എന്താണ്, രണ്ടും ഒന്നില്ലെങ്കിൽ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഹോൾസ് ആയിരിക്കും. ഇവിടെ ഏതെങ്കിലും ഒരെണ്ണാണ്, ഒന്നില്ലെങ്കിൽ ഇലക്ട്രോൺസ് അതല്ലെങ്കിൽ ഹോൾസ്, ഇതായിരിക്കും നമ്മുടെ ചാർജ് കാരിയേഴ്സ് ആയിട്ട് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് FET-നെ നമ്മൾ യൂണിപോളാർ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമുക്കൊരു ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്ററിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ എന്നുള്ളത് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് BJT-യെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് FET-ക്കുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. FET has high input impedance of several mega ohms. നമുക്കുണ്ടാവുന്ന high input impedance എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. The noise produced by FET is less than that produced by the BJT. BJT പ്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ടിലും നോയ്സ് ഉണ്ട്, പക്ഷെ കമ്പാരിറ്റീവ്ലി BJT-നേക്കാൾ FET-ക്ക് നോയ്സ് വളരെ കുറവാണ്. ഇറ്റ് ഈസ് ലെസ് എഫക്ട് ബൈ റേഡിയേഷൻ കമ്പയർഡ് ടു BJT. BJT-നെ കമ്പയർ ചെയ്യുമ്പോൾ റേഡിയേഷൻ മൂലമുണ്ടാകുന്ന എഫക്ട് വളരെ കുറവാണ് ഇതിന്. ഓക്കെ, FET has no offset voltage at zero drain current. സീറോ ഡ്രെയിൻ കറന്റിൽ ഇതിനൊരു ഓഫ്സെറ്റ് വോൾട്ടേജ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ സിഗ്നൽ ചോപ്പർ ആയിട്ട് നമുക്ക് ഫോംസ് ആൻ എക്സലന്റ് സിഗ്നൽ ചോപ്പർ ആയിട്ട് നമുക്ക് ഇതിനെ ഫോം ചെയ്യാനായിട്ട് പറ്റും. ദെൻ FET എന്ന് പറയുന്നത് ഒരു വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസ് ആണ്, ബെറ്റർ തെർമൽ സ്റ്റെബിലിറ്റി ആണ്. In the integrated circuit form, FET is simpler to fabricate and it occupies less space. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഒരു BJT-നെ കമ്പയർ ചെയ്യുമ്പോൾ FET-ക്കുള്ള അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇതിന്റെ ഈ ഒരു ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്ററിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എന്നതാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ is the junction FET, that is JFET. Okay, second one is the MOSFET, metal oxide semiconductor field effect transistor. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്ററിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അഗെയിൻ നമുക്ക് ഈ ഒരു JFET-നെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു ഡിപ്ലീഷൻ മോഡ് എന്നുള്ളതാണ്. അതിൽ N ചാനലും ഉണ്ട്, P ചാനലും ഉണ്ട്. ഈ MOSFET-നെ വീണ്ടും ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഡിപ്ലീഷൻ മോഡും എൻഹാൻസ്മെന്റ് മോഡും ആണ്. ഈ ഡിപ്ലീഷൻ മോഡിൽ അഗെയിൻ N ചാനൽ, P ചാനൽ ഉണ്ട്. അതുപോലെ തന്നെ എൻഹാൻസ്മെന്റ് മോഡിൽ നമുക്ക് N ചാനലും ഉണ്ട്, P ചാനലും ഉണ്ട്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ. അപ്പൊ JFET എന്താന്ന് നമുക്ക് നോക്കാം. ജംഗ്ഷൻ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ. ഇറ്റ് ഈസ് ദ ഏർലിയസ്റ്റ് ടൈപ്പ് ഓഫ് FET. The current flows through an active channel between the source to drain terminal. അപ്പൊ നമുക്ക് കറന്റ് എങ്ങനെയാണ് പോകുന്നത്, സോഴ്സ് ടു ഡ്രെയിൻ ടെർമിനലിലാണ് പോകുന്നത്. The voltage applied between the gate and source control the flow of electric current between the source and drain of JFET. നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് എ വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസ്. അപ്പൊ നമ്മൾ ബേസിൽ അതല്ലെങ്കിൽ നമ്മുടെ ഗേറ്റിനും സോഴ്സിനും ബിറ്റ്വീൻ ആയിട്ട് അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് എന്താണോ ആ വോൾട്ടേജ് ആണ് സോഴ്സ് ടു ഡ്രെയിനിലേക്കുള്ള കറന്റിനെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ,
By applying a reverse bias voltage to the gate terminal, the channel is strained, so the electric current is switched off completely. അപ്പോൾ നമ്മളൊരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു റിവേഴ്സ് ബയാസ് വോൾട്ടേജ് ഗേറ്റ് ടെർമിനലിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എന്ന് പറയുന്നത് സ്ട്രെയിൻഡ് ആവുകയും നമ്മുടെ അവിടെയിലൂടെ ഉണ്ടാവുന്ന ഇലക്ട്രിക് കറന്റ് എന്ന് പറയുന്നത് സ്വിച്ച് ഓഫ് ആവുകയും ചെയ്യുന്നുണ്ട് കംപ്ലീറ്റ് ആയിട്ട്. ഒരു റിവേഴ്സ് ബയാസ് വോൾട്ടേജ് ഗേറ്റിൽ അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച്. അതുകൊണ്ട് തന്നെ that is why JFETs are referred to as normally on devices. Normally on device അതുകൊണ്ടാണ് നമ്മൾ വിളിക്കുന്നത്. Okay. The JFET transistor are available in both N channel and P channel types. നമ്മൾ ആ ക്ലാസിഫിക്കേഷൻ നോക്കിയപ്പോൾ പറഞ്ഞിരുന്നു JFET നമുക്ക് N ചാനലും ഉണ്ട് P ചാനലും ഉണ്ട്. Okay. ഇതാണ് ഒരു JFETനെ കുറിച്ചിട്ടുള്ള ഇൻട്രൊഡക്ഷൻ പറയുന്നത്. നോക്കൂ, നമുക്ക് ഇതാണ് നമ്മുടെ ആ ഒരു കൺസ്ട്രക്ഷനിൽ വരുന്നത്. ഓക്കെ, ഇത് ചാനൽ കൺസ്ട്രക്ഷൻ ആണ് JFETന്റെ. അപ്പൊ 2 Pയും ഒരു Nഉം അല്ലെ, ഇതുപോലെ തന്നെ 2 Nഉം Pയും. നമുക്ക് ഗേറ്റ്, ഡ്രെയിന്, സോഴ്സ്. അപ്പൊ G എന്ന് പറഞ്ഞാൽ ഗേറ്റ് ആണ്, D എന്ന് പറഞ്ഞാൽ ഡ്രെയിന്, സോഴ്സ്. അപ്പൊ നമുക്ക് സോഴ്സ് ടു ഡ്രെയിൻ ആണ് കറന്റ് ഫ്ലോ വരുന്നത്. ഗേറ്റിന് അക്രോസ് ആയിട്ടാണ് നമ്മുടെ ബേസ്, നമ്മുടെ ഗേറ്റ് എന്നാണ്, അതിന് അക്രോസ് ആണ് നമ്മൾ നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ സിമ്പിൾ എന്ന് പറയുന്നത്. നോക്കൂ, ഗേറ്റ്, ഡ്രെയിന്, സോഴ്സ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് N ചാനൽ ആണ്. ദിസ് ഈസ് P ചാനൽ. ഓക്കെ, ഇതിന്റെ ആരോ മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ N ചാനലും P ചാനലും പറയുന്നത്. ഓക്കെ, ഇത് നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. VGS എന്ന് പറഞ്ഞാൽ എന്താണ്? വോൾട്ടേജ് അക്രോസ് ദ ഗേറ്റ് ടു സോഴ്സ്. VDS എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് അക്രോസ് ടു ഡ്രെയിൻ ടു സോഴ്സ്. IDS എന്ന് പറഞ്ഞാൽ ഡ്രെയിൻ ടു സോഴ്സ് കറന്റ്. IGS എന്ന് പറഞ്ഞാൽ ഗേറ്റിലേക്ക് അപ്ലൈ ചെയ്യുന്ന കറന്റ്. ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാനൽ കൺസ്ട്രക്ഷനും അല്ലെങ്കിൽ സിമ്പിളിനെ കുറിച്ച് നമുക്ക് നോക്കാനുള്ള JFETന്റെ. ഇതിന്റെ ഫംഗ്ഷൻസ് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. The functioning of JFET depends upon the flow of majority carriers only. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ FET അല്ലെങ്കിൽ FET എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരെണ്ണം, either ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഹോൾസ്, അവരായിരിക്കും ചാർജ് കാരിയേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ ഏതാണോ മെജോറിറ്റി കാരിയേഴ്സ്, ഇലക്ട്രോൺസ് ആണോ ഹോൾസ് ആണോ, അവര് കാരണം മാത്രമാണ് ഇവിടെ കറന്റ് ഫ്ലോ ഉണ്ടാകുന്നത്. ഓക്കെ, basically JFETs consist of N-type or P-type silicon bar containing P junctions at the sides. അപ്പൊ രണ്ട് സൈഡിലും നമുക്ക് P junctions ആണ് വരുന്നത്. ഫോളോയിങ് ആർ സം ഇമ്പോർട്ടന്റ് പോയിന്റ്സ്. അപ്പൊ നമുക്ക് താഴെ കുറച്ച് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് വരുന്നത് നമ്മൾ നോക്കുന്നുണ്ട്. ഗേറ്റ്. By using diffusion or alloying technique, both sides of N-type bar are heavily doped to create PN junction. അപ്പൊ ഗേറ്റിന്റെ രണ്ട് സൈഡ് നമ്മൾ ഹെവിലി ഡോപ്പ് ചെയ്തിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു PN ജംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ്. ഓക്കെ, These doped regions are called gate. നമ്മൾ ആ സിമ്പിളിലോ അതല്ലെങ്കിൽ ആ ഒരു കൺസ്ട്രക്ഷനിൽ നോക്കിയിരുന്നു ഗേറ്റിന്റെ പൊസിഷൻ അല്ലെ. അപ്പൊ ഒരു PN ജംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഹെവിലി ഡോപ്പ് ചെയ്തിട്ടുണ്ടാവും ഗേറ്റിൽ. സോഴ്സ്. It is the entry point for majority carriers through which they enter into the semiconductor bar. അപ്പൊ സോഴ്സിലൂടെയാണ് നമ്മൾ എന്ത് വരുന്നത്? നമ്മുടെ മെജോറിറ്റി കാരിയേഴ്സിന്റെ എൻറ്ററിംഗ് എന്ന് പറയുന്നത്, ഒരു വേ എന്ന് പറയാം നമുക്ക് അല്ലെ, ഉള്ളിലേക്ക് വരുന്ന ഒരു എൻട്രി എന്ന് പറയാം. ഓക്കെ, അപ്പൊ അവിടെയാണ് നമുക്ക് മെജോറിറ്റി കാരിയേഴ്സ് നമ്മുടെ സെമി കണ്ടക്ടർ ബാറിലേക്ക് വരുന്ന പാത്ത്, സോഴ്സ്. ഡ്രെയിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എക്സിറ്റ് പോയിന്റ്. ഓക്കെ, മെജോറിറ്റി കാരിയേഴ്സിന്റെ എൻട്രിങ് ആരാണ്? സോഴ്സ് വഴി. ഡ്രെയിന് വന്ന് എക്സിറ്റ് ആണ് അല്ലെ, ത്രൂ വിച്ച് ദേ ലീവ് ദ സെമി കണ്ടക്ടർ ബാർ. ചാനൽ. ഇറ്റ് ഈസ് ദ ഏരിയ ഓഫ് N type മെറ്റീരിയൽ ത്രൂ വിച്ച് മെജോറിറ്റി കാരിയേഴ്സ് പാസ് ഫ്രം സോഴ്സ് ടു ഡ്രെയിൻ. അപ്പോ നമ്മൾ പറഞ്ഞു സോഴ്സിലേക്കാണ് എൻട്രി, ഡ്രെയിൻ വഴി എക്സിറ്റ് ആകുന്നുണ്ട്. അപ്പൊ അവർക്ക് പാത്ത് അല്ലെങ്കിൽ മൂവ് ചെയ്യാനായിട്ട് പോകുന്നതിന് ഒരു പാത്ത് വേണ്ടേ, അതാണ് ഈ ചാനൽ എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഗേറ്റ്, സോഴ്സ്, ഡ്രെയിന് ആൻഡ് ചാനൽ, ഇത്രയാണ് നമ്മുടെ ആ ഒരു ഫെറ്റിൽ ഉണ്ടാകുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻസ്. അപ്പൊ നമ്മൾ പറഞ്ഞു 2 ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞു. N ചാനലും ഉണ്ട്, P ചാനലും ഉണ്ട്. N ചാനൽ എന്താന്ന് നോക്കാം. ഇറ്റ് ഹാസ് എ തിൻ ലെയർ ഓഫ് N type മെറ്റീരിയൽ ഫോംഡ് ഓൺ P type സബ്സ്ട്രേറ്റ്. P type സബ്സ്ട്രേറ്റിൽ നമുക്കൊരു N type മെറ്റീരിയൽ, തിൻ ലെയർ ഓഫ് N type മെറ്റീരിയൽ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിലൊരു ഫിഗർ കാണിക്കുന്നുണ്ട്, നമുക്ക് അടുത്തതിൽ വരുന്നുണ്ട്, അവിടെ എന്താന്ന് നമുക്ക് നോക്കാം. Then the gate is formed on the top of the channel with P type material. ഗേറ്റ് ഫോം ചെയ്തിരിക്കുന്നത് ഒരു P type മെറ്റീരിയലും ആയിട്ടാണ് അല്ലെ, ടോപ്പ് ഓഫ് ദ N ചാനൽ. N ചാനലിന്റെ തൊട്ട് മുകളിലായിട്ടാണ് നമുക്ക് ഗേറ്റ് ഫോം ചെയ്തിരിക്കുന്നത്. At the end of the channel and the gate, lead wires are attached and the substrate has no connection. അപ്പൊ നമ്മളോട് ഒരു lead wire കണക്ട് ചെയ്തിട്ടുണ്ട്. Okay. When DC voltage source is connected to the source and the drain leads of JFET. അപ്പൊ നമുക്ക് ഒരു DC വോൾട്ടേജ് സോഴ്സ് കണക്ട് ചെയ്തിരിക്കാൻ ടു ദ സോഴ്സ് ആൻഡ് ദ ഡ്രെയിന് ലീഡ്സ് ഓഫ് JFET. അപ്പൊ നമ്മൾ ആ JFET നമ്മൾ പറഞ്ഞില്ലേ, സോഴ്സിൽ നമ്മൾ ബേസിൽ കൊടുക്കുന്ന വോൾട്ടേജ് ആണ് അതിനെ ലീഡ് ചെയ്യുന്നത്. അപ്പൊ മാക്സിമം കറന്റ് വിൽ ഫ്ലോ ത്രൂ ദ ചാനൽ. അപ്പൊ നമുക്ക് ആ ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ മാക്സിമം കറന്റ് ആ ചാനൽ വഴി ഫ്ലോ ആവുന്നുണ്ട്.
The same amount of current will flow from the source to the drain terminals. അപ്പോൾ maximum current കിട്ടുകയും അത് source to terminal നമുക്ക് flow ആവുകയും ചെയ്യും. The amount of the channel current flow will determined by the value of VDD. വോൾട്ടേജ് വോൾട്ടേജ് എന്താണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും മാക്സിമം വോൾട്ടേജ് ഫ്ലോ ആവുന്നത്. ആൻഡ് ദ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്താണോ വാല്യൂ ഓഫ് VDD അതുപോലെ തന്നെ ഇന്റേണൽ റെസിസ്റ്റൻസിനെയും ബേസ് ചെയ്തിട്ടാണ് നമുക്ക് അവിടെ മാക്സിമം കറന്റ് എങ്ങനെ എത്രത്തോളം ഫ്ലോ ആവുന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, നോക്കൂ. A typical value of source drain resistance of JFET is a quite few hundred ohms ആയിരിക്കും. ആ റെസിസ്റ്റൻസിന്റെ വാല്യൂ ആണ് പറയുന്നത്. It is clear that even when the gate is open full, current conduction will take place in the channel. അല്ലെ, അപ്പൊ നമ്മുടെ ഗേറ്റ് അവിടെ ഓപ്പൺ ആണെങ്കിൽ കൂടെ നമുക്ക് അതിലൂടെ ഉണ്ടാവുന്ന ആ ഒരു ചാനലിലൂടെ കറന്റ് കണ്ടക്ഷൻ നമുക്ക് നടക്കുന്നുണ്ട്. Essentially, the amount of bias voltage applied at ID control the flow of current carriers passing through the channel of JFET. അപ്പൊ നമുക്ക് ഗേറ്റ് ഓപ്പൺ ആണെങ്കിൽ കൂടെ ഈ ഒരു നമ്മൾ ബയാസ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നില്ലേ ഐഡിയിൽ, ആ ഒരു ബയാസ് വോൾട്ടേജിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അതിലൂടെ ഒരു കറന്റ് ഫ്ലോ ഉണ്ടാകുന്നുണ്ട് പറയുന്നുണ്ട് അല്ലെ. വിത്ത് എ സ്മോൾ ചേഞ്ച് ഇൻ ദ ഗേറ്റ് വോൾട്ടേജ് JFET ക്യാൻ കൺട്രോൾഡ് എനിവെയർ ബിറ്റ്വീൻ ഫുൾ കണ്ടക്ഷൻ ആൻഡ് കട്ട് ഓഫ് സ്റ്റേറ്റ്. നമുക്ക് ആ പറയുന്ന JFET ആ ഒരു അതായത് മാക്സിമം കറന്റ് ഫ്ലോ ആവുന്നത് ബേസിൽ കൊടുക്കുന്ന വോൾട്ടേജിനെ ബേസ് ചെയ്തിട്ടാണ് അല്ലെ. എന്നാലും ഇപ്പൊ ഗേറ്റ് ഓഫ് ആണെങ്കിൽ അല്ലെങ്കിൽ ഗേറ്റ് ഫുള്ളി ഓപ്പൺ ആണെങ്കിൽ കൂടെ നമുക്ക് അതിലൂടെ ഒരു കറന്റ് ഫ്ലോ വരുന്നുണ്ട് ബിക്കോസ് ഓഫ് ദ ബയാസ് വോൾട്ടേജ് അല്ലെ. അപ്പോ നമുക്ക് ഈ ഒരു JFET-നെ കൺട്രോൾ ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഗേറ്റ് വോൾട്ടേജിനെ കൺട്രോൾ ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ്. ഗേറ്റ് വോൾട്ടേജിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഈ JFET-ന്റെ ഫുൾ കൺട്രോൾ വരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സിമ്പിൾ ഓഫ് എൻ ചാനൽ JFET എന്ന് പറയുന്നത്. നോക്കൂ, ഇതാണ് എന്റെ ഗേറ്റ്, ഇതെന്റെ സോഴ്സ്, ഇതാണ് എന്റെ ഡ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്റെ അതായത് പി ടൈപ്പ് നമ്മൾ പറഞ്ഞു, രണ്ട് പി ടൈപ്പ് ആണ്, അതിന് മുകളിലുള്ള ഒരു എൻ ടൈപ്പ് മെറ്റീരിയൽ ആണ് വരുന്നത് അല്ലെ. ഇതാണ് നമുക്ക് വരുന്ന നമ്മുടെ എൻ ചാനൽ JFET എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എന്താണ് പി ചാനൽ JFET ആണ്. ഇറ്റ് ഹാസ് എ തിൻ ലെയർ ഓഫ് പി ടൈപ്പ് മെറ്റീരിയൽ ഫോംഡ് ഓൺ എൻ, അതായത് ജസ്റ്റ് എൻ ടൈപ്പിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും നമുക്ക് പി ടൈപ്പിൽ വരുന്നത്. ഓക്കെ, the gate is formed on the top of the P channel and with the enmity. At the end of the channel and gate, lead wires are attached. The rest of the construction details are similar of the N channel JFET. നമുക്ക് കൺസ്ട്രക്ഷൻ എന്താണോ സെയിം തന്നെയാണ്. ഇവിടെ നോക്കൂ, ഡിഫറൻസ് വരുന്നത് ഗേറ്റ് നമുക്ക് അവിടെ എന്തായിരുന്നു P ആയിരുന്നു, N ആയിരുന്നു ഡ്രെയിനും സോഴ്സിലും വരുന്നത്. ഇവിടെ ജസ്റ്റ് അതിന്റെ ഓപ്പോസിറ്റ് വരുന്നുണ്ട്. ബാക്കി ഫംഗ്ഷനിങ് ഉള്ള സെയിം തന്നെയാണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ 2 ടൈപ്സ് ഓഫ് JFET എന്ന് പറയുന്നത്. അടുത്തത് ഇതിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നോക്കൂ, JFET is biased through a DC supply which will control the VGS of the JFET. We can control the apply voltage across the drain to source terminal by varying VGS. അപ്പോൾ VGS വേരി ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആ വോൾട്ടേജ് ഡ്രെയിൻ ടു സോഴ്സ് ടെർമിനലിൽ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കറന്റ് അതായത് VI ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് JFET-ന്റെ പ്ലോട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് തന്നെ എന്താണ്? ഇറ്റ് ഈസ് ഡ്രോൺ ബിറ്റ്വീൻ ദ ഡ്രെയിൻ കറന്റ് ആൻഡ് ദ ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ്. VDS-നും ID-ക്കും അക്രോസ് ആയിട്ട് വരയ്ക്കുന്ന ഗ്രാഫ് എന്താണോ അതാണ് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അറ്റ് കോൺസ്റ്റന്റ് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ്, VGS കോൺസ്റ്റന്റ് ആയി വെച്ചിട്ട് VDS-നും ID-ക്കും അക്രോസ് ആയിട്ട് നമ്മൾ എന്താണോ വരയ്ക്കുന്നത് അതാണ് നമ്മുടെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, നോക്കൂ, ഇതാണ് എന്റെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ VDS-നും ID-ക്കും അക്രോസ് ആയിട്ട് VGS-നെ കോൺസ്റ്റന്റ് ആയിട്ട് വെച്ച് നമ്മൾ വരയ്ക്കുന്ന ഗ്രാഫാണ് നമുക്ക് വരുന്ന എന്തെന്ന് പറയുന്നത് നമ്മുടെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി JFET എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു റീജിയൻ കണ്ടോ, ഇതാണ് എന്റെ പിഞ്ച് ഓഫ് റീജിയൻ അതല്ലെങ്കിൽ കട്ട് ഓഫ് റീജിയൻ എന്ന് പറയുന്നത് നമ്മളിതിനെ. Then this is my ohmic region, ഇത് സാച്ചുറേഷൻ റീജിയൻ ആൻഡ് ഇവിടെ എന്ന് പറയുന്നത് ഒരു ബ്രേക്ക് ഡൗൺ ആണ് നമുക്ക് ഇവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഓരോ റീജിയൻ എന്താണെന്ന് നമുക്ക് നോക്കാം. കട്ട് ഓഫ് റീജിയൻ അല്ലെ, കട്ട് ഓഫ് റീജിയൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തൊട്ട് താഴെ വരുന്ന ആ ഒരു റീജിയൻ ആണ്. ദിസ് ഈസ് ദ റീജിയൻ വേർ ദ JFET ഈസ് ഓഫ്. ആ ഒരു റീജിയനിലെ JFET എന്ന് പറയുന്നത് ടേൺ ഓഫ് ആണ്. മീനിങ് നോ ഡ്രെയിൻ കറന്റ് ID ഫ്ലോസ് ഫ്രം ഡ്രെയിൻ ടു സോഴ്സ്. ID എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്? ഡ്രെയിൻ ടു സോഴ്സിലേക്കാണ് ഫ്ലോ ആവുന്നത്. നമുക്ക് പ്രത്യേകിച്ച് അവിടെ ഒരു ഡ്രെയിൻ കറന്റ് വരുന്നില്ല എന്നാണ് പറയുന്നത്. ഓമിക് റീജിയൻ, ഇൻ ദിസ് റീജിയൻ JFET begins to show some resistance to the drain current. ID that is starting to flow from drain to source. The current flowing through the JFET is linearly proportional to the applied voltage. അപ്പോൾ ഓമിക് റീജിയനിൽ എന്താണ് അവിടെ ചെറിയൊരു റെസിസ്റ്റൻസ് ഒക്കെ കാണിക്കാൻ തുടങ്ങുന്നത്. ഡ്രെയിൻ കറന്റിന് ചെറിയൊരു റെസിസ്റ്റൻസ് ഒക്കെ കാണിക്കുകയാണ് അവിടെ. ഓക്കെ, അപ്പൊ അത് മാത്രമല്ല കറന്റ് നമുക്ക് JFET-ലൂടെ പോകുന്നത് ഒരു ലീനിയർലി പ്രൊപ്പോർഷണൽ ആയിട്ട് അപ്ലൈ വോൾട്ടേജ് എന്താണോ അതിന് പ്രൊപ്പോർഷണൽ ആയിട്ട് നമുക്ക് വരും. നമുക്ക് ആ ഒരു ചെറിയൊരു ഇൻക്രീസിംഗ് ആയിട്ടൊരു റീജിയൻ നമ്മൾ കണ്ടുല്ലോ, ആ ഒരു ചെറിയൊരു ഇൻക്രിമെന്റ് പോലെ ആ ഒരു റീജിയൻ ആണ് ഓമിക് റീജിയൻ എന്ന് പറയുന്നത്.
Saturation region എന്ന് പറഞ്ഞാൽ എന്താണ്? When the drain source voltage reaches a value such that the current flowing through the device is constant with the drain source voltage which varies with the gate source voltage. The device is said to be in the saturation region. അപ്പൊ ആ ഒരു സാച്ചുറേറ്റ് ആയിട്ട് പോകുന്ന ആ ഒരു റീജിയൻ നമ്മൾ കണ്ടിരുന്നില്ലേ ആ ഗ്രാഫിന്റെ ആ ഒരു ഓമിക് റീജിയനിൽ ബിറ്റ്വീൻ ആയിട്ട് നമുക്ക് വരുന്ന ആ ഒരു സാച്ചുറേഷൻ. അപ്പൊ നമുക്ക് അവിടെ കറന്റ്, അതായത് നമുക്ക് എന്താണോ നമ്മുടെ VDS ഇൻക്രീസ് ആയാലും കറന്റ് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് സാച്ചുറേറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ സാച്ചുറേഷൻ റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ബ്രേക്ക് ഡൗൺ റീജിയൻ എന്ന് പറഞ്ഞാൽ ഡ്രെയിൻ ടു സോഴ്സ് വോൾട്ടേജ് VDS എന്ന് പറഞ്ഞാൽ അതിന്റെ മാക്സിമം ത്രെഷോൾഡ് വോൾട്ടേജിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഡിപ്രീഷൻ റീജിയനെ ബ്രേക്ക് ഡൗണിലേക്ക് ആക്കുന്നതിന് കാരണമാകും. അപ്പൊ എന്ത് ചെയ്യും? നമ്മുടെ ആ കറന്റിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള JFETന്റെ ആ ഒരു എബിലിറ്റി ലോസ് ആകുകയും ഡ്രെയിൻ കറന്റ് പെട്ടെന്ന് തന്നെ ഒരു ഇൻക്രീസ് ആകുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു റീജിയൻ ആണ് നമ്മുടെ ബ്രേക്ക് ഡൗൺ റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു 4 റീജിയൻ ആണ് നമുക്ക് നമ്മുടെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സിൽ മനസ്സിലാക്കാനുള്ളത്. അടുത്തത് നമുക്ക് ഇതിൽ കുറച്ച് പാരാമീറ്റേഴ്സ് വരുന്നുണ്ട് JFETലെ. എന്തൊക്കെയാണ്? AC drain resistance RD. It is the ratio of the change in drain source voltage VDS to the change in drain current ID at constant gain source voltage. അപ്പൊ RDS is equal to del VDS by del ID at constant VGS. Okay. അടുത്തത് ട്രാൻസ് കണ്ടക്ടൻസ്, that is GFS. It is the ratio of the change in drain current del ID to the change in gate source voltage del VGS at constant drain voltage. GFS is equal to del ID by del VGS at constant VDS. അടുത്താണ് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ, that is U. അതെന്താണ്? It is the ratio of the del VDS to the del VGS. അല്ലെ, അതായത് ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ് ടു ദ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് അറ്റ് കോൺസ്റ്റന്റ് ID. ഇതാണ് നമുക്ക് വരുന്ന കുറച്ച് പാരാമീറ്റേഴ്സ്, JFETൽ വരുന്ന കുറച്ച് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് നമ്മുടെ FETനെ കുറിച്ച് പഠിക്കാനുള്ള കാര്യങ്ങൾ. അപ്പൊ നമ്മൾ എന്തൊക്കെ നോക്കി? FET എന്താണെന്ന് നോക്കി, അതിന്റെ ക്ലാസിഫിക്കേഷൻസ് നോക്കി. ക്ലാസിഫിക്കേഷനിൽ തന്നെ നമുക്ക് എന്തൊക്കെയാണ് വരുന്നത്? N ചാനലും വരുന്നുണ്ട്, P ചാനലും വരുന്നുണ്ട്. അപ്പൊ N ചാനൽ നോക്കി, P ചാനൽ നോക്കി, തന്നെ അതിന്റെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നോക്കി, സം പാരാമീറ്റേഴ്സ് ഓഫ് JFET നോക്കി. ഓക്കെ, അടുത്ത ടോപ്പിക് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.